ദൈവനാമത്തിന് മാത്രമുണ്ടാവട്ടെ. ഈ വിശുദ്ധ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മധ്യാഹ്ന സമയം റാന്നി ബസ് സ്റ്റാൻഡിന്റെ പല ഭാഗങ്ങളിലുമായി നിന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷ വചനങ്ങളെ കുറിച്ച് കേൾക്കുന്ന റാന്നി ബസ് സ്റ്റാൻഡിന്റെ പരിധിയിലുള്ള എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഇന്ന് പൽക്കാലം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. പലപ്പോഴും ഈ സ്ഥലത്തേക്ക് കടന്നു വരുവാനും ഇവിടെയും ഈ ഭാഗത്തിന്റെ മറുഭാഗത്തുമൊക്കെ നിന്നുകൊണ്ട് കർത്താവായ യേശുവിനെ പ്രസംഗിക്കുവാൻ ദൈവം എന്നെ പലപ്പോഴും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിശുദ്ധ വെള്ളിയാഴ്ച ദിവസവും തിരുവചനം ഇവിടെ നിന്ന് പ്രസംഗിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷ വചനങ്ങളെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു വാക്ക് പറയുവാനുള്ളത്, എനിക്ക് എന്റേതായിരിക്കുന്ന ഒന്നിലും എനിക്ക് പോഴുവാനില്ല. ഞാൻ എന്ന് പറയുന്ന മനോഭാവത്തിന് എനിക്ക് അഹങ്കരിക്കുവാനില്ല. കാരണം ദൈവത്തിന്റെ ഒരു വലിയ മഹാകൃപയാലാണ് ഇന്ന് പാൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുന്നത്. കൃപയെന്ന് പറയുമ്പോൾ ഓരോ വാക്കുകൾക്കും ഈ ഭൂമിയിൽ അർത്ഥമുണ്ട്. നാം ഏത് വാക്കെടുത്ത് സംസാരിച്ചാലും ആ വാക്കിനെല്ലാം അർത്ഥമുള്ള വാക്കുകളാണ്. കൃപ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തരുന്ന യോഗ്യതയെന്നാണ്. ഇന്ന് പാൽക്കാലം ഞാനും എന്നെ കേൾക്കുന്നതായ മക്കളും നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ പലർക്കും ഇന്നൊരു പകൽക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അർഹതകളൊന്നുമില്ലാതിരുന്നിട്ടും ദൈവം നമ്മെ അർഹതയുള്ളവരാക്കി ഭൂമിയിൽ നിർത്തിയിരിക്കുക. അത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. ആ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ എവിടെ നിന്നുകൊണ്ടും പ്രസംഗിക്കുവാൻ നമ്മൾ ലജ്ജയില്ലാത്തവരായിരിക്കണം. യേശുവിനെ പ്രസംഗിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ വചനങ്ങളെ കുറിച്ച് പ്രസംഗിക്കുവാൻ യാതൊരു മടിയുമില്ലാത്തവരായിരിക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു എപ്പോഴും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. നാം യേശുവിന്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ലജ്ജ, ഭയം, പേടി ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. കർത്താവിനെ നമ്മൾ പ്രസന്റ് ചെയ്യണം. യേശുവിനെ കുറിച്ച് നമ്മൾ ധൈര്യത്തോടെ പ്രസംഗിക്കണം. അത് കർത്താവിന്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഇന്ന് പൽക്കാലം ഈ റാന്നിയിൽ പ്രസംഗം കേൾക്കുന്ന ദൈവജനമേ, കർത്താവ് നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കും. നാം ജയിച്ചവരായിരിക്കണം. എല്ലാ മേഖലകളിലും നാം ജയിക്കുന്നവരായിരിക്കണം. കർത്താവ് ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. യേശു ക്രിസ്തു ഒരിക്കലും ഒരു വ്യക്തിയെ പോലും പരാജയപ്പെടുത്തത്തില്ല. ഒരു വ്യക്തിയുടെ ജീവിതം പോലും പരാജയപ്പെട്ടു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. യേശു ക്രിസ്തു നമ്മെ എപ്പോഴും ജയത്തോടെ ജയോത്സവമായിട്ട് ഈ ഭൂമിയിൽ കൂടി വഴി നടത്തുന്നവനാണ്. കർത്താവ് ജയത്തിന്റെ ദൈവമാണ്. യേശു ജയത്തിന്റെ ദൈവമാണ്, വിജയത്തിന്റെ ദൈവം. വിജയശ്രീ ലാളിതനായിട്ട് മൂന്നാമത്തെ ദിവസം കല്ലറയിൽ നിന്ന് പുറത്തു വന്നിട്ട് ആ യേശു ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഈ പകൽക്കാലം ഒരു വേദാംശങ്ങളോട് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം, 5-ാം അധ്യായത്തിലെ 33-34 വേദഭാഗങ്ങളിലൂടെ വായിക്കപ്പെടുന്നു. ഒരു സ്ത്രീ തന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ സംഭവിച്ചപ്പോൾ ആ സ്ത്രീ യേശുവിനോട് പറഞ്ഞ കാര്യവും സ്ത്രീയോട് യേശു പറഞ്ഞ കാര്യവുമാണ് ഞാനിപ്പോൾ ഇവിടെ വായിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 33-34. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണു. വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ എഴിഞ്ഞു സ്വസ്ഥയായിരിക്കാം എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണു. വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ എഴിഞ്ഞു സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ കടന്നു വരിക. ഈ സ്ത്രീ എങ്ങനെയുള്ള ആളാണെന്ന് ചോദിച്ചാൽ ഈ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ. 12 സംവത്സരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 12 വർഷക്കാലവും ഈ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരുന്ന അസുഖം എന്ന് പറഞ്ഞാൽ രക്തസ്രവം എന്ന് പറയുന്ന രോഗത്തിന് ഇപ്പോൾ അടിമയായിരുന്നു. രക്തസ്രവം എന്ന് പറയുമ്പോൾ ബ്ലീഡിംഗ് രോഗം. ബ്ലീഡിംഗ് രോഗത്തിന് ഈ സ്ത്രീ അടിമയാണ്. ഈ സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടു. വാർത്ത കേൾക്കാൻ വേണ്ടിയുള്ള കാരണങ്ങളുണ്ട്. യേശു കർത്താവ് പള്ളി പ്രമാണിയായിരിക്കുന്ന യായിറോസിന്റെ മകളെ സൗഖ്യമാക്കുവാൻ വേണ്ടി യായിറോസിന്റെ വീട്ടിലേക്ക് യേശു പോവുകയാണ്. പോകുന്ന വഴിമധ്യയാണ് ഈ സ്ത്രീ ഈ യേശു പോകുന്നുണ്ടെന്നും യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ ഇടയായത്. ഈ സ്ത്രീ വന്നിട്ട് ഇവളെ ഉള്ളിൽ അങ്ങ് ചിന്തിച്ചു, ഞാൻ യേശുവിന്റെ അടുക്കൽ ചെല്ലും,
യേശുവിന്റെ അടുക്കൽ ചെല്ലുക മാത്രമല്ല, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടും എന്ന് വിചാരിച്ച് ഈ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുവാൻ വേണ്ടി ഇവൾ വിശ്വാസത്തോടു കൂടി ഇവൾ തീരുമാനിച്ചു വരിക. യേശുവിന്റെ വസ്ത്രത്തിൽ തൊടാൻ വേണ്ടി ഇവൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവളെ കഴിഞ്ഞ 12 വർഷക്കാലം അനുഭവിച്ച രോഗം എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് രോഗത്തിന് ഈ സ്ത്രീ വളരെ കഷ്ടപ്പെട്ടിരിക്കുക. ഇങ്ങനെ കഷ്ടപ്പെടുന്ന സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ തന്റെ ഈ രോഗം നിൽക്കുമെന്ന് അവൾ വിശ്വസിച്ചുകൊണ്ട് ഈ ജനത്തിരക്കിനിടയിലേക്ക് ഇവിടെ വന്നിട്ട് ഈ സ്ത്രീ വന്ന് വസ്ത്രത്തിൽ തൊട്ടയുടൻ തന്നെ യേശു കർത്താവ് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? ഉടനെ യേശു ക്രിസ്തുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാരും കൂടെയുള്ള ആൾക്കാരും കൂടെ പറഞ്ഞു, കർത്താവ്, ഇത്രയും ജനത്തിരക്കിനിടയിൽ ആരാ ഇപ്പം നിന്നെ വന്ന് തൊടാനിരിക്കുന്നത്? ഇത്രയും ജനത്തിരക്കിനിടയിൽ ആരെങ്കിലും വന്ന് മുട്ടിയതോ തട്ടിയതോ ഒക്കെ ആയിരിക്കും. അത് നീ തൊട്ടതായിട്ട് വരുത്തി തീർക്കാതെ എന്റെ കർത്താവെ, നിന്നെ തൊടാനൊന്നും ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാർ യേശുവിനെ മടിപ്പിച്ചു നോക്കി. എന്നാൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ആരോ ഒരാള്, ആവശ്യമുള്ള ഏതോ ഒരു വ്യക്തി എന്നെ വന്ന് തൊട്ടിട്ടുണ്ട്. ഈ പകൽക്കാലം ഈ റാന്നിയുടെ സ്റ്റാൻഡിൽ തിരുവചനം ശ്രമിക്കുന്ന ദൈവവേദന ആവശ്യഭാരമുള്ള ചിലർ എവിടെയൊക്കെയോ ഇരുന്ന് ഈ കർത്താവിന്റെ വചനം ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ ആവശ്യം എന്താണെന്നറിഞ്ഞ് ഈ പ്രസംഗിക്കുന്ന ആളുടെ അടുക്കൽ വരുന്നതല്ല, മറിച്ച് യേശുവിന്റെ അടുക്കൽ ചെന്നാൽ, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, നീ കരയുന്ന വിഷയത്തിന്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്, നീ കണ്ണീരൊഴുക്കുന്ന വിഷയത്തിന് യേശു ക്രിസ്തു മറുപടി നൽകുന്ന ദൈവമാണ്. ഇവിടെ ഈ സ്ത്രീ തൊട്ടു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ആരോ ആവശ്യഭാരമുള്ള ആരോ ഒരാൾ എന്നെ തൊട്ടു. ഈ വാക്ക് കേട്ട് ഈ സ്ത്രീ അങ്ങ് ഭയപ്പെട്ടു പോയി. ഈ സ്ത്രീ എന്ന് ചോദിച്ചാൽ ഇവൾ പേടിച്ച് ഈ വാക്ക് കേട്ട് ഇവൾ മറഞ്ഞു. യേശുവിന്റെ അടുക്കൽ ഇവൾ മറഞ്ഞിരിക്കുക. ഈ മറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ അടുക്കലേക്ക് യേശു വന്നിട്ട് യേശു ആ സ്ത്രീയോട് പറയുകയാണ്. ഈ സ്ത്രീ ആ വസ്തുത മുഴുവൻ യേശുവിനോട് പറഞ്ഞു, വിശദീകരിച്ചു. ഉടനെ യേശു ആ മകളോട് തിരിച്ചു പറയുന്നൊരു മറുപടിയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ഇന്ന് പകൽക്കാലം റാന്നിയുടെ ബസ് സ്റ്റാൻഡിൽ കർത്താവിന് പറയുവാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുക. എന്ത് കാര്യത്തിലാണോ നീ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്നത്, ആ വിശ്വാസം നിന്നെ രക്ഷിക്കാൻ പോവുക. എന്നിട്ട് യേശു പറഞ്ഞു, സമാധാനത്തോടെ പോവുക. അപ്പോൾ കഴിഞ്ഞ 12 വർഷക്കാലം ഈ സ്ത്രീയുടെ സമാധാനം കെടുത്തിക്കൊണ്ടിരുന്ന രക്തസ്രാവം എന്ന് പറയുന്ന രോഗം നിന്ന് കഴിഞ്ഞപ്പോൾ യേശു അവളോട് പറയുകയാണ്, സമാധാനത്തോടെ പോവുക, ബാധ ഒഴിഞ്ഞു. അപ്പോൾ ഈ രോഗം ഇവളുടെ ശരീരത്തിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന ഒരു ബാധയായിട്ടായിരുന്നു. യേശു പറയുകയാണ്, ബാധ ഒഴിഞ്ഞു, സ്വസ്ഥയായിരിക്കാം, സമാധാനത്തോടെ പോവുക, ബാധ ഒഴിഞ്ഞു, സ്വസ്ഥയായിരിക്കാം. ഇന്ന് പകൽക്കാലം റാന്നി ബസ് സ്റ്റാൻഡിൽ തിരുവചനം ശ്രമിക്കുന്ന ദൈവവൈതലേ, നിന്റെ ഉള്ളിൽ സമാധാനം നൽകുവാൻ യേശു ശക്തനായ ദൈവമാണ്. ഒന്നാമത് നൽകുന്നത് സമാധാനം, രണ്ടാമത് നൽകുന്നത് നിന്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ബാധയുണ്ടല്ലോ, യേശു എടുത്ത് മാറ്റാൻ പോകും. ഏത് ബാധയാണെന്നറിയാമോ? ഗലാത്യലേഖനം 5 എഴുതിയിട്ടുണ്ട് ബാധ എന്താണെന്ന്. അവിടെ പറയുന്നുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, ഇത്രയും സ്വഭാവങ്ങളായ ബാധ, അസൂയാകുന്ന ബാധ, പിണക്കമാകുന്ന ബാധ, ഇതൊക്കെ ഉള്ളിൽ നിന്ന് മാറിയിട്ട് യേശു പറയുകയാണ്, സ്വസ്ഥയായിരിക്കാം, സ്വസ്ഥതയുള്ളവളായിട്ട്, സന്തോഷമുള്ളവളായിട്ട്. ഇന്ന് പകൽക്കാലം സന്തോഷമുള്ളവനായിട്ട് വീടുകളിലേക്ക് മടങ്ങുവാൻ നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കാം. ഈ പകൽക്കാലത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഭാഗത്താണോ സമാധാനം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയട്ടെ, യേശുവിന്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ കർത്താവിനോട് തുറന്നു പറഞ്ഞതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ ആരും മീശ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പറയട്ടെ, യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. മീശ പഠിക്കുന്നതല്ല യേശുവിനോട് കാര്യം തുറന്നു പറയുന്നത്. അപ്പൊ ചോദിക്കും, വെള്ളയിടുന്നതാണോ? ഉപദേശി എല്ലാ ദിവസവും വന്ന് വെള്ള ഇട്ടുകൊണ്ടിരുന്ന് വെള്ള ഇടുന്നതല്ലെന്ന് എന്തിനാ പറഞ്ഞത്? ഉപദേശി ഒരു ദിവസം പോലും കളറിട്ട് വന്നിട്ടില്ലല്ലോ. പറയട്ടെ, വെള്ള ഇടുന്നതോ മീശ പഠിക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭയിൽ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നതോ അല്ല, മറിച്ച് യേശുവിന്റെ അടുക്കൽ ചെന്ന് കാര്യം തുറന്നു പറഞ്ഞാൽ, യേശുവിനോട് പറഞ്ഞാൽ, നീ നാളെ കരയേണ്ടി വരില്ല.
യേശു നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. യേശു നിന്നെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ട്, ആരെല്ലാം നമ്മെ മറന്നാലും, പെറ്റമ്മ മറന്നാലും, പ്രസവിച്ച് വളർത്തിയ സ്വന്തം മാതാവ് നമ്മെ മറന്നു പോയാലും, നമ്മുടെ സ്നേഹിതർ നമ്മളെ ഓർക്കുന്നില്ലെങ്കിലും, അപ്പോൾ തന്നെ നമ്മളായിരിക്കുന്ന മേഖലകളിൽ പലരും നമ്മളെ കുറിച്ച് കംപ്ലൈന്റുകൾ, കുറ്റങ്ങൾ പറഞ്ഞാലും യേശു പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഈ പ്രസംഗം ശ്രവിക്കുന്ന ദൈവ പൈതലേ, ഉപേക്ഷിക്കാത്ത ദൈവം, കൈവിടാത്ത ദൈവം, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുമോ? അത് ഒരിക്കലും മറക്കാത്ത ദൈവം, സ്നേഹിക്കുന്ന ദൈവം, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ദൈവം. കുറ്റം പറയാൻ യേശുവിന് അറിയത്തില്ല. യേശു ക്രിസ്തു ആരുടെയും കുറ്റം പറഞ്ഞ ദൈവമല്ല. എന്നാൽ ഞാൻ പറയട്ടെ, യേശുവിൽ വിശ്വസിക്കുന്ന പലരും കുറ്റം പറഞ്ഞെന്നിരിക്കാം, പലരും നമ്മെ കുറിച്ച് കംപ്ലൈന്റുകൾ പറഞ്ഞു നോക്കിയിരിക്കാം. യേശു കുറ്റം പറയുന്ന ദൈവമല്ല. യേശുവിന് കുറ്റം പറയാൻ അറിയത്തില്ല. യേശുവിന് ഒരൊറ്റ കാര്യമേ അറിയത്തുള്ളൂ, സ്നേഹിക്കാൻ മാത്രം. സ്നേഹിക്കാൻ അറിയാവുന്ന ദൈവം, കരുതാൻ അറിയാവുന്ന ദൈവം, നമ്മെ വിടുവിക്കുവാൻ അറിയാവുന്ന ദൈവം, നമ്മുടെ ഉള്ളിൽ സമാധാനം നൽകുവാൻ അറിയുന്ന ദൈവം. ആ ദൈവം പറയുകയാണ്, സ്ത്രീയെ നീ സമാധാനത്തോടെ പോവുക. ഇന്ന് പകൽക്കാലം ഹൃദയത്തിന്റെ ഉള്ളിൽ സമാധാനം കെടുത്തുന്ന ആ വിഷയങ്ങളോട് യേശു പറയുകയാണ്, സമാധാനത്തോടെ പോവുക. ബാധ ഒഴിഞ്ഞു സ്വസ്ഥതയുള്ളവളായിരിക്കുക. ഇന്ന് പകൽക്കാലം ഈ പ്രസംഗം റാന്നി ബസ് സ്റ്റാൻഡിൽ ശ്രവിക്കുന്ന ദൈവവൈതലെ, നിന്റെ ഉള്ളിൽ ഒരു സ്വസ്ഥത നൽകുവാൻ, ഒരു സമാധാനം നൽകുവാൻ, ആ ഉള്ളിന്റെ ഉള്ളിലെ ആ രോഗത്തിന്റെ ബാധയെ ഒഴിച്ചു മാറ്റുവാൻ, ശരീരത്തെ രോഗബാധകളെ ഒഴിച്ചു മാറ്റുവാൻ യേശു ക്രിസ്തു ശക്തനായ ദൈവമാണ്. യേശുവിന് മാത്രമേ നിന്നെ സഹായിക്കുവാൻ കഴിയത്തുള്ളൂ. യേശുവിനല്ലാതെ ഒരു വ്യക്തിക്ക് പോലും നിന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ല. യേശു ക്രിസ്തു ഒരിക്കലും ഈ ലോകത്തിലേക്ക് വന്നത് കുറച്ചു പേരുടെ മീശ പഠിപ്പിക്കാനല്ല, കുറച്ചു പേരെ കൊണ്ട് വെള്ളം ഇടിയിപ്പിക്കാനല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് കുറച്ചു പേരെ കൊണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയല്ല. യേശു വന്നത് ബൈബിളിൽ എഴുതിയിട്ടുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഓരോ ദിവസം ഓരോ കാര്യങ്ങളെ സൃഷ്ടിച്ചു. 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്നാൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിൽ നിന്നൊരൽപ്പം മാത്രം താഴ്ത്തി, ദൈവത്തെ പോലെ തേജസ്സും ബഹുമാനവും ഒക്കെ അണിയിച്ച് സൃഷ്ടിച്ചതായ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ക്രിസ്തുവിനെ പിതാവാം ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. 2013 വർഷത്തിന് മുൻപ് ക്രിസ്തു എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ ഒരു വലിയ അമ്പലത്തിൽ ക്രിസ്തു പിറന്നു വീണു. പിറക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, യോസേപ്പിന് കല്യാണം നിശ്ചയിച്ച മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മ നിയോഗത്താൽ യേശു ജനിച്ചു. യേശുവിനെ പിറന്നു വീഴുവാൻ വഴിയമ്പലം, അവിടെ കിടത്തുവാൻ സ്ഥലമില്ല. യേശുവിനെ കിടത്തുവാൻ അവിടെ സ്ഥലമില്ല. കിടത്തിയത് പുൽക്കൂട്ടിൽ. വളർന്നത് കുടുംബത്തിൽ. 30 വയസ്സ് വരെ താൻ ഭവനത്തിലായിരുന്നു. 30ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. ഉടനെ സ്വർഗം വിളിച്ചു പറഞ്ഞു, നീ എന്റെ പ്രിയപുത്രനിൽ നിന്ന് ഞാൻ പ്രസാദിച്ചു. അങ്ങനെ ആ നിമിഷം മുതൽ കർത്താവിന്റെ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു. പിന്നീടുള്ള 3.5 വർഷക്കാലം ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു കർത്താവ് ഈ ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് 33 തിരുവയസ്സിൽ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും എന്റെ കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ കാൽവറിയുടെ കുലമരത്തിൽ 3 ആണികളിന്മേൽ പീലാത്തോസിനാലും പടയാളികളാലും ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ സ്നേഹം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. യേശുവിനെ അറിയാവുന്ന പലരും ക്ഷമിക്കുവാൻ പോലും മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, യേശു പറയുകയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന കർത്താവ്, ക്ഷമിക്കുവാൻ അറിയുന്ന കർത്താവ്. ഇവരെ സംഹരിക്കണമേ എന്നല്ല യേശു പറയുന്നത്, ക്ഷമിക്കണമേ. ആ ദൈവം ഇന്ന് പൽക്കാലം നമ്മുടെ ഓരോ കുറവുകളും ഓരോരുത്തരോടും ദൈവം ക്ഷമിക്കാൻ ആഗ്രഹിക്കുക. നമ്മെക്കുറിച്ച് വീണ്ടും കുറ്റപ്പെടുത്തുവാനല്ല. യേശു കുറ്റപ്പെടുത്തുന്ന ദൈവമല്ല. യേശു നമ്മെക്കുറിച്ച് കുറ്റം പറയുന്ന ദൈവമല്ല. യേശു നമ്മളെപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞിട്ട് നീ അഴുക്കാണ് വെടക്കാണ്, നിന്നെ കൊള്ളത്തില് പോടാ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ അറിയാവുന്ന ദൈവം. യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, നിങ്ങൾ നാളെ മുതൽ ആരും മീശ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നാളെ മുതൽ ആരും കമ്മൽ ഊരണമെന്നോ മാല ഊരണമെന്നോ, നാളെ മുതൽ എല്ലാവരും വെള്ളയിടണമെന്നോ കറുത്ത് ധരിക്കണമെന്നോ ബായികം തൂക്കി റാന്നി കൂടെ ഞങ്ങൾ ഇന്നയാളാണെന്ന് പറഞ്ഞ് നടക്കണമെന്നോ ഒന്നും യേശുവിന് വാഗ്ദത്തമില്ല. യേശുവിന് ഒന്നേ ഉള്ളൂ, ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ അടുക്കൽ വരണം. ഏതൻ തോട്ടത്തിൽ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ റോമാലേഖനത്തിന്റെ 5-ാം അധ്യായം 3 എഴുതിയിട്ടുണ്ട്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വാണു. എന്നാൽ
ഏക മനുഷ്യന്റെ അനുസരണത്താൽ ജീവനും നീതീകരണവും ലഭിച്ചു. യേശു ക്രിസ്തു കാൽവറിയിൽ തികച്ച അനുസരണം മനുഷ്യന്റെ നീതീകരണമായിരുന്നു. മനുഷ്യൻ ജീവനുള്ളവനായി മാറുവാൻ വേണ്ടിയായിരുന്നു. അവന്റെ എല്ലാ മേഖലകളിലും അവൻ ജീവനുള്ളവനാകണം, എല്ലാ മേഖലകളിലും അവൻ ജയിച്ചവനാകണം. ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് ഈ പ്രസംഗം ശ്രമിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നു. നീ തോറ്റോണ്ടിരിക്കുവാനുള്ള, നീ ജയിച്ച് 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 മുൻപോട്ട് വരണം. ജയം മാത്രം പ്രതീക്ഷിക്കുന്ന ദൈവം, നിന്നെ ജയിപ്പിക്കുവാൻ മാത്രമായി കാൽവറിയിൽ തകർന്ന ദൈവം, നിന്നെ തോൽപ്പിക്കുവാനല്ല. ഈ പ്രസംഗം ശ്രമിക്കുന്ന ദൈവ പൈതലേ, യേശുവിന്റെ അടുക്കൽ വന്നാൽ ഒരു പരാജയമില്ല. ഒത്തിരി എഴുതാൻ പോകണ്ട, ഒത്തിരി കാര്യങ്ങള് നമ്മൾ എഴുത്തുകാരനാന്ന് പറഞ്ഞ് എഴുതി നടക്കണ്ട. യേശുവിനോട് പറഞ്ഞാൽ, ഇവിടെ ഈ സ്ത്രീ, രക്തസ്രവക്കാരത്തെ സ്ത്രീ തനിക്കുള്ളത് മുഴുവൻ വിറ്റ് ലോക വൈദ്യന്മാരുടെ അടുക്കൽ ഒരുപാട് ഓടിയതാ. പക്ഷെ ലോക വൈദ്യന്മാർക്ക് ആർക്കും ഈ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഇവിടെ യേശുവിന്റെ വാർത്ത അറിഞ്ഞ് വസ്ത്രത്തിൽ തൊട്ട ഉടൻ തന്നെ സൗഖ്യം, അത്ഭുത സൗഖ്യം യേശുവിന്റെ വസ്ത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഈ സ്ത്രീയുടെ മേലുള്ള 12 വർഷത്തെ രോഗത്തിന് നിമിഷങ്ങൾ കൊണ്ട് യേശു മാറ്റിയെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ അടുക്കൽ ഹൃദയം തുറക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തു ശക്തനായ ദൈവമാണ്. ഞാനിവിടെ ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ പോവാ. ക്രൈസ്തവ, നിങ്ങൾ ഓർക്കും, റാന്നി ബസ് സ്റ്റാൻഡിൽ നിരന്തരം പ്രസംഗിക്കുന്ന ഉപദേശിയല്ലേ, ഉപദേശി എന്നാ ഇന്ന് വീഡിയോ ഒക്കെ പിടിക്കുന്നത്. ക്രൈസ്തവ, ഞാൻ പറയട്ടെ, എന്റെ കർത്താവ് ക്രൈസ്തവ വീഡിയോ പിടിക്കണമെന്നില്ല യേശുവിനെ പ്രസംഗിക്കാൻ. പക്ഷേ ഇന്ന് പൽക്കാലം ഞങ്ങളിത് പിടിക്കുന്നതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ജയിച്ച ദൈവമാ. ഈ വീഡിയോ പിടിക്കുന്ന ഒരു മതപരിവർത്തനത്തിന് വേണ്ടിയല്ല. മതം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഭിപ്രായം എന്നാ. ക്രൈസ്തവ, അല്ലെങ്കിൽ കുറെ പൈസ പുറത്തുനിന്ന് വരുത്തിക്കാൻ ഇത്